Hello students, so welcome to another class. റിവിഷൻ സെഷനാണ്. റിവിഷനിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ അറിയാം, ചാപ്റ്ററിൻ്റെ ഫുൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് സെഷനെ കാണേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ കോൺസെപ്റ്റും കുറച്ച് എക്സാമ്പിൾസുമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോക്കാം. ഫസ്റ്റ് എന്താണ് സെറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് 5 ഫ്രണ്ട്സിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും അല്ലേ. അപ്പം ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ്. പക്ഷേ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് പറയുക അല്ലെങ്കിൽ ഫസ്റ്റ് 5 ഈവൻ നമ്പേഴ്സ് പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം ആൻസർ തന്നെ ആയിരിക്കും അല്ലേ. 2, 4, 6, 8, 10 അല്ലേ. അപ്പോൾ അങ്ങനെ ഒരേപോലെ ആൻസർ വരുന്ന വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സെറ്റ്. ഓക്കെ, ഇനി A1, 2, 3 എന്താണ്? ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ് AE, ഫസ്റ്റ് 2 വവൽസ്. ഈ രണ്ട് സെറ്റാണ് നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ഒരു സെഷനിലെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത എന്താ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ സെറ്റ് തമ്മിലെടുക്കുന്ന ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ആ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. A ക്രോസ് ബി ആണെങ്കിൽ ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ എലമെൻറ്റ്സ് എല്ലാം എയിൽ നിന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, തിരിഞ്ഞു പോയാൽ തെറ്റിപ്പോവും. B ക്രോസ് എയും A ക്രോസ് ബിയും രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1A 1E നോക്കിയേ, 1A 1E, 2A അടുത്തത് 2A 2E, പിന്നെ 3A 3E. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് എന്ത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി അടുത്തതിലേക്ക് വന്നാൽ റിലേഷൻ എന്താണ്? ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് എന്ത് വേണം? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വേണം അല്ലേ. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്നാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്. റിലേഷനെ നമ്മൾ സിമ്പിളായിട്ടൊരു കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ തന്നിട്ടുണ്ടാകും, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡേർഡ് പെയേഴ്സ് ആണ് നമ്മൾ ഇതിലെടുക്കുന്നത്. അപ്പം റിലേഷൻ എന്താണ് തന്നിരിക്കുന്നത്? A, B എലമെൻറ്റ് ഓഫ് A ക്രോസ് ബി. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെൻ്റ് ആയിരിക്കണം. A ഈസ് ഓഡ്, B ഈസ് വവൽ. അപ്പോൾ ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഞാൻ വീണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിങ്ങൾ നോക്കേണ്ട എന്താണ്? A ഫസ്റ്റ് എലമെൻറ്റ് ഓടും സെക്കൻഡ് എലമെൻറ്റ് വവലും ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1A 1E 3A 3E അല്ലേ. അപ്പോൾ എപ്പോഴും ഓർക്കുക, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്നാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനേക്കാളിൽ കൂടുതൽ നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് അപ്പോൾ റിലേഷനിൽ വരുമോ? ഇല്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് പറയാം? റിലേഷൻ വിൽ ബി ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഫങ്ഷൻ എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ വെയർ പ്രീ ഇമേജ് ഇസ് നോട്ട് റിപ്പീറ്റഡ്, അതിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെയിം എക്സാമ്പിൾ ഡയഗ്രാം വൈസ് നോക്കാം. 1, 2, 3 സെറ്റ് A 1, 2, 3, സെറ്റ് B എന്താണ്? A E. ഇവിടെ 1A ഓക്കെ, 1 തന്നെ ഇയിലോട്ടും പോയിട്ടുണ്ട്. 1A 1E അല്ലേ, 1A 1E. ഇവിടെ എന്താ? 1A 1E 2A 2E. ഇങ്ങനെ നമ്മൾ ഓർഡേർഡ് പെയേഴ്സ് എടുക്കുമ്പം ഒരേ പ്രീ ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ A എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഡൊമൈൻ. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. A നമ്മൾ ഡൊമൈൻ ആയിട്ടാണ് എടുക്കുന്നത്. B എന്താണ്? കോ ഡൊമൈൻ ആണ്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആണ്. അപ്പം അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് സെറ്റ് എന്താണ്? ഡൊമൈന്. അത് അടുത്തത് എന്താണ്? കോ ഡൊമൈൻ ആണ്. ഓക്കെ, അപ്പോൾ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയിലെ എലമെൻറ്റ്സ് കണക്റ്റ് ആയിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് വരുന്ന ഓർഡേർഡ് പെയറിൽ വരുന്ന, ഇപ്പോൾ 1A എടുത്താൽ 1നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയുടെ പ്രീ ഇമേജ് എന്ന് പറയുന്നത്. 1E എടുത്താൽ ഇയുടെ പ്രീ ഇമേജ് ആണ് 1. അപ്പോൾ 2A 2E എന്നുള്ള രണ്ട് എലമെൻറ്റ്സ് നോക്കിയേ, ഇവിടെ 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ പ്രീ ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയത്തില്ല? ഫങ്ഷൻ എന്ന് പറയില്ല. പ്രീ ഇമേജ് റിപ്പീറ്റ് ചെയ്യാതെ വന്നാൽ അതിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫസ്റ്റ് എലമെൻറ്റ്, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ പ്രീ ഇമേജ് എന്ന് പറയുന്നത്. പ്രീ ഇമേജ് രണ്ടും സെയിമാണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫങ്ഷൻ ആയിരിക്കത്തില്ല. എന്തായിരിക്കത്തില്ല? ഫങ്ഷൻ ആയിരിക്കത്തില്ല. ക്ലിയർ ആണോ? ഇനി എന്താണ് ഈ റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള ഡിഫറൻസ്? അതുകൂടെ ഒന്ന് നോക്കിപ്പോവാം. ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ
ഇവിടെ 1 2 3 എ ഇ ഐ ഒ. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒരു കണക്ട് ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ റിലേഷൻ എന്താണെന്ന് എഴുതുന്നില്ല. എക്സാമ്പിളുമായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് ഫസ്റ്റ് വൺ ഡൊമൈൻ ആണ്, സെക്കൻഡ് വൺ എന്താണ്, കോ ഡൊമൈൻ ആണ് അല്ലേ. അപ്പോൾ റേഞ്ച് എന്താണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡൊമൈനിൽ നിന്ന് ഓർഡേർഡ് പെയേഴ്സ് എഴുതുന്ന ആ പർട്ടിക്കുലർ എലമെൻറ്റ്സ് മാത്രമാണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് ഇവിടെ എന്തായിരിക്കും, എ ഇ ഐ ആണ്. കാരണം ഒ എന്താ, ഒ ലെഫ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ കോ ഡൊമൈൻ പറയുമ്പം എ ഇ ഐ ഒ വരും. പക്ഷേ റേഞ്ച് പറയുമ്പം ഈ 1 2 3 ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് മാത്രമായിരിക്കും എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് 1.1 റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എം ടി റിലേഷൻ. എന്താണ് എം ടി റിലേഷൻ? പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, റിലേഷൻ എടുക്കുമ്പം ഓർഡേർഡ് പെയേഴ്സ് ഒന്നും ഉണ്ടാവില്ല, എം ടി ആയിരിക്കും. എക്സാമ്പിൾ എന്താ, എ ഓഡാണ്, ബി കോൺസണൻ്റ് ആണ്. നമുക്ക് ഓഡായിട്ട് 1 വരുന്ന രണ്ടെണ്ണവും 3 വരുന്ന രണ്ടെണ്ണവും ഉണ്ട്. പക്ഷേ ബി സെക്കൻഡ് എലമെൻ്റ് എന്താണ്, കോൺസണൻ്റ് അല്ല, വവ്വലാണ് അല്ലേ, എ ഇ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നിന്ന് ഈ പെർട്ടിക്കുലർ റിലേഷൻ എടുത്താൽ നമുക്ക് ഓർഡേർഡ് പെയേഴ്സ് ഒന്നും വരില്ല. അങ്ങനെയുള്ള റിലേഷനെ എന്ത് പറയും, എം ടി റിലേഷൻ എന്ന് പറയും. ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി യൂണിവേഴ്സൽ റിലേഷൻ എന്താണ്, ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എല്ലാ ഓർഡേർഡ് പെയേഴ്സും ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഒരു റിലേഷൻ്റെ ഇതിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ആ പർട്ടിക്കുലർ റിലേഷന് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാം. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് മുഴുവൻ നോക്കി, എ ഈസ് നാച്ചുറൽ നമ്പർ, ബി ഈസ് വവ്വൽ. അപ്പം ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എല്ലാ ഓർഡേർഡ് പെയേഴ്സും ഈ റിലേഷൻ ആയിട്ട് വന്നു. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി അങ്ങനെയുള്ള വരുമ്പം അതിനെ പറയുന്നതാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഇനി നെക്സ്റ്റ് റിഫ്ലെക്സീവ് റിലേഷൻ. അപ്പോൾ ഒരു റിലേഷൻ എടുത്താൽ അതിൽ എ കോമ എ എലമെൻറ്റ് ഓഫ് ആർ, അതായത് ഫസ്റ്റ് സെക്കൻഡ് എലമെൻ്റ് എന്താ സെയിം തന്നെ ആയിട്ട് വരുവാണെങ്കിൽ, അങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സിമെട്രിക് റിലേഷൻ. ഇത് ഈ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ, എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ, ബി കോമ എ എലമെൻറ്റ് ഓഫ് ആർ ആണ്. അങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പം 3,2 ഉണ്ടെങ്കിൽ 2,3 ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ട്രാൻസിറ്റീവ് റിലേഷൻ. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ, ബി കോമ സി എലമെൻറ്റ് ഓഫ് ആർ, ദെൻ എ കോമ സി എലമെൻറ്റ് ഓഫ് ആർ. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം, ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ 1,3 ഉണ്ട്, 3,2 ഉണ്ട്. 1,2ഉം ആ റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് മൂന്നും ഈ 3 റിലേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ആ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇത് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ എക്സാമ്പിൾ 2 ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലെറ്റ് ടി ബി ദ സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വിത്ത് ആർ എ റിലേഷൻ ടി ഗിവൺ ബൈ. എന്താണ് റിലേഷൻ? T1 T2, T1 is congruent to T2. ഓക്കെ, കോൺഗ്രുവൻ്റ് ഒക്കെ എന്താണെന്ന് ഓർക്കുന്നില്ലേ? ഇപ്പോൾ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് കോൺഗ്രുവൻസി പറഞ്ഞാൽ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ T1 T2ന് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന റിലേഷനാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോ ദാറ്റ് ആർ ഇസ് എൻ ഈക്വലൻസ് റിലേഷൻ. ഇപ്പോൾ ഈക്വലൻസ് വരുമ്പോഴേ ഓർക്കുക റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഈ മൂന്നും നോക്കണം, എന്നാൽ മാത്രമേ നമുക്കതിനെ ഈക്വലൻസ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമ്മൾ എ ക്രോസ് ബി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വേണം. ആദ്യം റിലേഷൻ വേണം, എന്താ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വേണം. 2 സെറ്റ് ഉണ്ടോ? ഇല്ല. ലെറ്റ് ടി ബി ദ സെറ്റ്. ടിയിൽ നിന്ന് തന്നെയാണ് റിലേഷൻ എടുക്കുന്നത്. അപ്പോൾ ടി ക്രോസ് ടി ആണ് ഇവിടെ വരുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളെന്താ, ടി സെറ്റിൽ വരുന്ന ട്രയാങ്കിൾസ് T1 T2 T3, T1 T2 T3. അപ്പോൾ T1ൽ നിന്ന് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ടി ക്രോസ് ടി എടുത്താൽ എന്ത് വരും, T1 T1, T1 T2, T1 T3, T2 T1, T2 T2, T2 T3,
ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വരുന്നത് അല്ലേ, കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. ഇനി റിലേഷൻ എന്താ വേണ്ടത്? T1 is congruent to T2. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നോക്കേണ്ട എന്താ, T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ അതിന് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ T1 എന്നുള്ള ഓർഡേർഡ് പെയർ എക്സിസ്റ്റ് ചെയ്യത്തില്ലേ, വരും. ഇനി T2 തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും, T3ക്ക് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പം A, A എലമെൻറ്റ് ഓഫ് R എന്നുള്ള കണ്ടീഷൻ എന്താ, സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് എന്ത് പറയാം, റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഓക്കെ. ഇനി T1 T2 കോൺഗ്രുവൻ്റ് ആണ്. ഒരു ട്രയാങ്കിൾ ഇപ്പം ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ PQRന് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചും പറയാമല്ലോ, PQR എന്താണ്, ABCക്കും കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ T1 T2 ഉണ്ടെങ്കിൽ T2 T1 ഉണ്ടാവും അല്ലേ. അപ്പോൾ T1 T3 ഉണ്ടെങ്കിൽ T3 T1 എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, A, B എലമെൻറ്റ് ഓഫ് R, if A, B element of R, B, A element of R, നമുക്ക് എന്ത് പറയാം, സിമെട്രിക് ആണെന്ന് പറയാം. ഇനി T1 T2 ഉണ്ട്. ഓക്കെ, ട്രയാങ്കിൾ ABC ട്രയാങ്കിൾ PQRന് കോൺഗ്രുവൻ്റ് ആണ്. ട്രയാങ്കിൾ PQR ട്രയാങ്കിൾ XYZന് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ABC എന്ന് പറയുന്നത് XYZന് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ലേ. അപ്പം T1 T2ന് കോൺഗ്രുവൻ്റ് ആണ്, T2 T3ക്ക് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T1 T3 എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും. സോ ഫംഗ്ഷൻ ഇസ് ട്രാൻസിറ്റീവ്. അപ്പോൾ 3 കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഇസ് ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. സോ എക്സസൈസ് 1.2ൽ വരുന്ന കോൺസെപ്റ്റാണ് ഫസ്റ്റ് വൺ, 1 ഫംഗ്ഷൻ. എന്താണ് 1 ഫംഗ്ഷൻ? 1 ഫംഗ്ഷനെ നമ്മൾ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്നും പറയും. ഓക്കെ. സോ കോഡൊമൈനിലുള്ള ഓരോ എലമെൻറ്റിനും ഒരൊറ്റ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഒരൊറ്റ റേഞ്ചേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒന്നുകൂടെ എക്സാമ്പിൾ വൈസ് 1 2 3 4 എന്താണ്, ഡൊമൈൻ ആണ്. ABCDE കോഡൊമൈൻ ആണ്. ഇവിടുത്തെ റേഞ്ച് ഏതേ വരുള്ളൂ, ABCDE റേഞ്ചും ABCDE കോഡൊമൈനുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാൻ എളുപ്പത്തിൽ നമുക്ക് മെനി വൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് വരും, മനസ്സിലാവും. പേര് പറയുന്ന പോലെ തന്നെ മെനി വൺ. ഓക്കെ, മെനി വൺ. സോ ഇവിടെ 1A ഉണ്ട്, 1B ഉണ്ട്. ഓക്കെ, 2B. അപ്പോൾ ഇവിടെ 1A ഉണ്ട്, 2B ഉണ്ട്, 3C ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ 2A ഉണ്ട്, 1B ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് വരയ്ക്കാം. 1 2 3 A B. 1A ഉണ്ട്, 2A ഉണ്ട്, 2B ഉണ്ട്, 3B ഉണ്ട്. ഓക്കെ. അപ്പം മെനി ഒന്നിൽ കൂടുതൽ ആരോസ് ആണ് ഒന്നിലേക്ക് വരുന്നത് അല്ലേ. 1A വരുന്നുണ്ട്, 2A വരുന്നുണ്ട്, 2B വരുന്നുണ്ട്, 3B വരുന്നുണ്ട് അല്ലേ. അപ്പം മെനി വൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കോഡൊമൈൻ അല്ലെങ്കിൽ ഒരു റേഞ്ചിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജ് വരികയാണ്. ഓക്കെ, എയ്ക്ക് ഇവിടെ എ എന്നുള്ള സെക്കൻഡ് എലമെൻറ്റ് വരുന്നതിന് 1ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. ബി എന്നുള്ളതിന് 2ഉം വരുന്നുണ്ട്, 3ഉം വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഒരേ റേഞ്ചിന് തന്നെ വരുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, മെനി വൺ എന്ന് പറയാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഓൺ ടു ഫംഗ്ഷൻ ഓർ സർജക്റ്റീവ്. ഓൺ ടുൻ്റെ വേറെ പേരൊക്കെ ഓർത്തിരിക്കുക, സർജക്റ്റീവ് എന്നാണ്. എന്താണ് സർജക്റ്റീവ്? നമ്മൾ പറഞ്ഞു റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ ഈ കോഡൊമൈനിൽ വരുന്ന എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് f(x) = y ആണ്, അല്ലെങ്കിൽ കോഡൊമൈൻ = റേഞ്ച് ആണ്. എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ 1 ഓൺ ടു ടുഗെദർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ നമ്പർ 9 നോക്കാം. പ്രൂവ് ദാറ്റ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. ആർ ടു ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സാണ്. നിങ്ങൾ നമ്പർ ഫാമിലി ഓർത്തിരിക്കുക. റിയൽ നമ്പേഴ്സ്, പിന്നെ വരുന്നത് ഏതാണ്? നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റിയൽ നമ്പേഴ്സ് അല്ലേ? ഇൻറ്റീജേഴ്സ്, റിയൽ നമ്പേഴ്സ്, ക്യൂ, റാഷണൽ നമ്പേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ ടു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഇസ് 1 1 ആൻഡ് ഓൺ ടു. ഓക്കെ, 1 1 ആൻഡ് ഓൺ ടു, അതായത് ഡൊമൈനിലെ എല്ലാ എലമെൻസിനും ഒരു റേഞ്ച് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 1 2 3 0 -1 എല്ലാ എലമെൻസിനും ഇവിടെ റേഞ്ച് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താ? എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 2x. അപ്പോൾ എഫ് ഓഫ് 1, എക്സിനെ റീപ്ലേസ് ചെയ്യാണ് 1 വെച്ചിട്ട്. എന്ത് വരും? ഫംഗ്ഷൻ 2 × 1 2 എന്ന് വരും. അപ്പോൾ 1ന് കണക്ട് ചെയ്യുന്ന റേഞ്ച് എന്താ? 1ൻ്റെ റേഞ്ച് 2. ഇനി എക്സിന് 2 കൊടുത്താൽ എഫ് ഓഫ് 2 എന്താണ്? 2 × 2 4 ആണ്. അപ്പോൾ 2ൻ്റെ റേഞ്ച് 4, 3യുടെ റേഞ്ച് 6, 0 × 0, 0 × 2 0 തന്നെയാണ്, 0യുടെ റേഞ്ച് 0, -1ൻ്റെ റേഞ്ച് -2. അപ്പോൾ ഏതൊരു വാല്യൂ നമ്മൾ ഡൊമൈനിൽ എടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഡബിൾ വാല്യൂ റിയൽ നമ്പർ ഫാമിലി ആയതുകൊണ്ട് എന്താ? നെഗറ്റീവ് നമ്പേഴ്സും ഫ്രാക്ഷൻസും ഡെസിമൽസും റാഷണൽ ഇറാഷണൽ എല്ലാം വരും അല്ലേ? റാഷണൽ ഇറാഷണൽ എല്ലാം വരുന്നതുകൊണ്ട് ഏതൊരു വാല്യൂ നമ്മൾ ഡൊമൈനിൽ എടുത്താലും അതിൻ്റെ ഡബിൾ വാല്യൂ റിയൽ നമ്പർ തന്നെ കോഡൊമൈനായിട്ട് വരുന്നത് കൊണ്ട് ഇതിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക്ക് ഓർത്തിരിക്കുക. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇസ് 1 1 അല്ലേ? ഫംഗ്ഷൻ 1 1 ആണ്. ഇനി അടുത്ത എന്താണ്? For every single domain there is a unique range. Function is 1 1. So every possible values comes as y. Therefore f of x is equal to y. Function is ബൈജക്റ്റീവ്. എന്താ പറയുന്നത്? ഏതൊരു വാല്യൂ നമ്മൾ ഡൊമൈനിൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോഡൊമൈനിൽ നമുക്ക് വാല്യൂ കിട്ടും. എങ്ങനെ പോയാലും അതിനെ നമുക്ക് എല്ലാ എലമെൻസിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഒന്നും ലെഫ്റ്റ് ഔട്ട് ആയി പോവില്ല അല്ലേ? കോഡൊമൈനിലൊന്നും ഒരു വാല്യൂ ലെഫ്റ്റ് ഔട്ട് ആയി പോവില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് ഫംഗ്ഷൻ എന്തായിരിക്കും? ഓൺ ടു ആയിരിക്കും, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ആസ് എവറി പ്രീ ഇമേജ് ഹാസ് ഓൺലി 1 ഇമേജ്. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ പറഞ്ഞ എന്താ? ഇതൊരു ലോജിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടിയാണ്. ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആസ് എവറി പ്രീ ഇമേജ് ഹാസ് ഓൺലി 1 ഇമേജ്. അപ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ എക്സിന് x1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ 1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. എന്ത് വരും? 2 എന്ന് വരും. എക്സിന് 2 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. ആൻസർ എന്താ വരുന്നത്? 4 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ x1 എഫ് ഓഫ് x1 2x1 ആണ്. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ 2x2 എന്നാണ് വരുന്നത്. എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആകണമെങ്കിൽ, അതായത് എഫ് ഓഫ് 1 എഫ് ഓഫ് 2ന് ഈക്വൽ ആവുമോ? 2 ഈക്വൽ ടു 4 എന്നാണ് വരുന്നത് അല്ലേ? എഫ് ഓഫ് 1 എഫ് ഓഫ് 2ന് ഈക്വൽ ആവില്ല. എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1ന് മാത്രമേ ഈക്വൽ ആയിട്ട് വരുള്ളൂ. അപ്പം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയണമെങ്കിൽ, ഇഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 വിച്ച് മീൻസ് ഈ x1 ഇവിടെ നമ്മൾ എക്സിന് ഇട്ട വാല്യൂം സെയിം ആയിരിക്കണം. 2x1 ഈക്വൽ ടു 2x2 ഫംഗ്ഷൻ വൈസ് എഴുതിയാൽ 2 ക്യാൻസൽ ചെയ്ത് x1 ഈക്വൽ ടു x2 ആയിരിക്കണം. അപ്പോൾ ആ ഒരു ലോജിക്കാണ് നമ്മൾ ഇതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് x1 എഫ് ഓഫ് x2ന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് പുട്ട് ചെയ്യുന്ന വാല്യൂ, എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് വരുള്ളൂ. സോ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ നമുക്കതിനെ എന്ത് പറയാം? 1 1 ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എങ്ങനെ വന്നു നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ്. എപ്പോഴും ഓർക്കുക, നമ്മൾ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നുള്ളതിനെ നമുക്ക് y ഇസ് ഈക്വൽ ടു 2x എന്ന് എഴുതാമല്ലോ. y/2 എന്താണ്? ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ y/2 ഈക്വൽ ടു x എന്ന് കിട്ടി. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് y. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമ്മൾ ഇൻവേർട്ടിബിളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, എക്സ് ഇസ് ഈക്വൽ ടു
ജി ഓഫ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എന്നുള്ളത് വൈ ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടി, y/2 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, y/2 കൊടുത്തു. വിച്ച് മീൻസ് ഫംഗ്ഷനിൽ എവിടെയൊക്കെ എക്സ് വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ എന്ത് എഴുതും, y/2 എന്ന് എഴുതും. 2 ഇൻറ്റു y/2, 2 ക്യാൻസൽ ചെയ്താൽ എന്ത് വന്നു, y എന്ന് വന്നു. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ, റേഞ്ച് അല്ലേ y എന്ന് പറയുന്നത്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ആകുമ്പോൾ അതെന്താണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ നമ്പർ 11 നോക്കിയേ. ഷോ ദാറ്റ് ഫംഗ്ഷൻ R2R റിയൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് നൈദർ 1 നോർ ഓൺ ടു. ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. റിയൽ നമ്പേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി ഓർക്കുക, റിയൽ നമ്പേഴ്സിലെ എല്ലാ ടൈപ്പും വരുന്നുണ്ട്. നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാ നമ്പേഴ്സും ആ സെറ്റ്, ആ ഒരു ബിഗ് ഫാമിലി ഓഫ് നമ്പേഴ്സ് റിയൽ നമ്പർ ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ആണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ 1ൻ്റെ സ്ക്വയറും 1 വരും, -1ൻ്റെ സ്ക്വയറും 1 വരും. ഇതെന്താ ശരിക്കും, മെനി വൺ ഫംഗ്ഷൻ ആണ് അല്ലേ? മെനി വൺ ഫംഗ്ഷൻ ആണ്. മെനി വൺ ഫംഗ്ഷൻ വരുമ്പം നമുക്കതിനെ എന്താണ് 1 അല്ലാന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അവിടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഫംഗ്ഷൻ ഇസ് നോട്ട് 1 എന്താ ഇവിടെ റേഞ്ച് റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. റേഞ്ച് ഇസ് റിപ്പീറ്റഡ് ഫോർ ഡിഫറെൻറ്റ് ഡൊമൈൻ. യെസ്, റേഞ്ച് 1 എന്നുള്ളത് -1നും 1നും വരുന്നുണ്ട്. ഇനി വൈ നോട്ട് ഇവിടെ എന്തെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയി കിടന്നാലാണ് നമുക്ക് ഓൺ ടു അല്ല എന്ന് പറയാൻ പറ്റുന്നത്. സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് അല്ലേ വരുള്ളൂ, ബാക്കി നെഗറ്റീവ് വാല്യൂസ് എല്ലാം ലെഫ്റ്റ് ഔട്ട് ആയിട്ട് കിടക്കുകയാണ്. സോ വൈ നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ അതെന്താ, സിൻസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ therefore not on to function. So relation is a subset of codomain ആയിട്ടാണ് വരുന്നത്. ഓക്കെ, റിലേഷൻ എന്താണ്, അതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാ എലമെൻസും വരുന്നുണ്ടോ, ഇല്ല. അപ്പം അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഓൺ ടു എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സസൈസ് 1.3 വരുന്ന കോൺസെപ്റ്റ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഗ് വരാം, ഗോഫ് വരാം, FOF ദെൻ GOG. ഇങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ എടുക്കുന്നത്. സിമ്പിളാണ്, ജസ്റ്റ് നിങ്ങൾ എഴുതുന്നതിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ്, രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. എഫ് ഓഫ് എക്സ് എന്താ, കോസ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്താണ്, 3x² ആണ്. നിങ്ങളോട് ഫോഗ് ആൻഡ് ഗോഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോഗ് കണ്ടുപിടിക്കാൻ എഴുതുമ്പം ആ ഒരു രീതി തന്നെ ഫോളോ, 1-2 സ്റ്റെപ്പ് കൂടുതൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എവിടെയൊക്കെ എക്സ് വരുന്നുണ്ടോ അവിടെയെല്ലാം എന്താണോ ജി ഓഫ് എക്സ് ഫംഗ്ഷൻ അത് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അത് എഴുതി റീപ്ലേസ് ചെയ്യുക. അപ്പോൾ കോസ് എക്സ് എന്നുള്ളതാണ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ. അവിടെ എക്സ് വരുന്നിടത്ത് നമ്മൾ എന്തെഴുതും, ജി ഓഫ് എക്സിലെ 3x² എഴുതും. സിമ്പിൾ, അത്രേ ഉള്ളൂ. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇനി ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജി ഫംഗ്ഷനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയെല്ലാം എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ 3x² എന്നുള്ളതാണ് ജി ഓഫ് എക്സ് ഫംഗ്ഷൻ. ഇവിടെ എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് കൊടുക്കണം. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് കൊടുക്കണം, കോസ് x² അല്ലേ. ഇതിനെ നമുക്ക് വേണേൽ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് 3 cos² x എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ, FOG എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എഫ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ? അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എക്സ് ടു വൈ ഇസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ ഇഫ് ദെയർ എക്സ് ഇസ് ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ്. ഓക്കെ, ഒന്ന് എക്സ് ടു വൈയിലാണ്, മറ്റൊന്ന് വൈയിൽ നിന്ന് എക്സിലേക്കാണ്. സച്ച് ദാറ്റ് ഇഫ് ഗോഫ് ഫംഗ്ഷൻ എക്സിൻ്റെ ടേംസിലായിരിക്കും. ഓക്കെ, ഫോഗ് ഫംഗ്ഷൻ എന്താണ്, വൈയുടെ ടേംസിലാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡൊമൈനും റേഞ്ചും ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഡൊമൈനും റേഞ്ചും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇവിടെ എക്സിൽ നിന്ന് വൈയിലേക്കാണ്, ഇവിടെ അടുത്ത ജിയിൽ എന്താണ്, വൈയിൽ നിന്ന് എക്സിലേക്കാണ്. അപ്പോൾ ഡൊമൈനും റേഞ്ചും ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്നു. ഇനി അപ്പോൾ നമുക്ക് ഗോഫിനെ എക്സിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവന്നാൽ പ്രൂവ് ചെയ്യാം, അതുപോലെ ഫോഗിനെ വൈയുടെ ടേംസിലേക്ക് കൊണ്ടുവന്നാലും പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അല്ലാതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് കാണിച്ചാൽ മതി. അതായത് 1 ആണ്, ഓൺ ടു ആണെന്ന് കാണിച്ചാലും ഇൻവേർട്ടിബിൾ എന്ന് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
ശ്രദ്ധിച്ച് നിങ്ങളും കൂടെ നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് പോവാം. എക്സാമ്പിൾ 25 ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം n to r, നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ്. ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് എന്താണ് തന്നിരിക്കുന്നത്? 4x² + 12x + 15. ഓക്കെ, ഷോ ദാറ്റ് ഫംഗ്ഷൻ ഫ്രം n to s, n to s-ലേക്കാണ്, വേർ s ഇസ് ദ റേഞ്ച് ഓഫ് ഫംഗ്ഷൻ f is invertible. Find the inverse of f. അപ്പോൾ എഫ് ഇൻവേഴ്സ് കാണാനും കൂടെ ഉണ്ട് ക്വസ്റ്റ്യനകത്ത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു പോളിനോമിയലാണ് അല്ലേ? അപ്പോൾ ആ പോളിനോമിയലിനെ, ഒരു എക്സിൻ്റെ ടേംസിലുള്ള ഒരു പോളിനോമിയലിനെ നമുക്ക് വൈയുടെ ടേംസിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സിനെ റീപ്ലേസ് ചെയ്ത് വൈ എന്ന് എഴുതി. വൈ ഇസ് ഈക്വൽ ടു 4x² + 12x + 15. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമുക്ക് എക്സിനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ എക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓർക്കുക, നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡാണ് ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഏത് ഫോമാണ്? ax² + bx + c ഫോമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? x²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആക്കും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? a നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 4x² എന്ന് പറഞ്ഞാൽ x²ൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. 4 കോമൺ എടുത്താൽ എന്ത് വരും? x² + 12x/4 3x, 15/4. ഓക്കെ, ഇനി ഈ x² + 3x + 15/4-നെ നമുക്ക് ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം? അവിടെയാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? b/2a² നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് b? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് b, x²ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും a എന്നുള്ളത്. അപ്പോൾ ഈ ഒരു x²ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? b/2² എന്ന് എടുത്താലും കുഴപ്പമില്ല, കാരണം 2 × 1 എന്താ? 2 തന്നെ വരുള്ളൂ. അപ്പോൾ ഇവിടെ b എന്താ? 3/2² ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ബാലൻസ് ചെയ്യാണ് അല്ലേ? വേറെ വ്യത്യാസങ്ങളൊന്നും വരില്ല. അപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ x²ൻ്റെയും എക്സിൻ്റെയും ടേമിൻ്റെയും കൂടെ എഴുതി. അപ്പോൾ ഈ ഒരു ഫോം കിട്ടും. പിന്നെ കോൺസ്റ്റൻറ്റ് -3/2². അപ്പോൾ ഇതിനെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഈ 3 ടേംസിനെ എങ്ങനെ എഴുതാം? a + b² ഫോമിലേക്ക് എഴുതാം. അതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൻ്റെ ഈസി പാർട്ട് അല്ലേ? അപ്പോൾ ഇതിലെ നമുക്ക് x + 3/2² എന്ന് എഴുതാം. എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പുറത്ത് ഔട്ട്സൈഡ് 4 ഒക്കെ ഉണ്ട്. 4 ഹോൾ ബ്രാക്കറ്റ് x + 3/2² + 15/4 - 9/4 എന്നാണ് വരുന്നത്. സെയിം ഡിനോമിനേറ്റർ ആണ്, 6/4 എന്ന് വരും അല്ലേ? ഇനി നമ്മൾ ആ 4-നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 4 × x + 3/2² + 6/4-ലെ 4 ക്യാൻസലായി അല്ലേ? ഇനി ആ 6-നെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്തെടുക്കാം. ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്തെടുത്താൽ എന്ത് വരും? y - 6 = 4 × x + 3/2² y - 6/4. ഈ 4-നെയും കൂടെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാണ്. x + 3/2². അപ്പോൾ ഈ സ്ക്വയർ മാറ്റാൻ എന്താ? രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് y - 6/4 = x + 3/2. 1/4-ൻ്റെ സ്ക്വയർ റൂട്ട് 1/2 പുറത്തെടുക്കാം. റൂട്ട് ഓഫ് y - 6 ഓക്കെ = x + 3/2. ഇനി എക്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ +3/2 കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു = x. ഈ എക്സ് എന്താണ്? ഓർക്കുന്നുണ്ടോ? എക്സ് എന്ന് പറയുന്നത് g(y) ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇൻവേർട്ടിബിൾ എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് വരുമ്പം ഈസി ആയിരിക്കും. എഫ് ഓഫ് എക്സ് എന്താണെന്നറിയാം. എന്താണ്? 4x² + 12x + 15 ആണ്. ഇനി ഈ ഒരു പാർട്ടായിരിക്കും നമ്മൾ സെഷനിൽ എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് എവിടെയാണ് എടുക്കുന്നത്? അവിടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് വന്നിട്ടുള്ള സെഷനായിരിക്കും. അതായത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ വരുന്ന എഫ് ഓഫ് എക്സ് ആയിരിക്കും എടുക്കുന്നത്. g(y) എന്നുള്ളിടത്ത് എന്തെടുക്കും? റൂട്ട് ഓഫ് y - 6 - 3. ഈ 3 റൂട്ടിന് പുറത്താണ്, /2. സോ ഫോർ പ്രൂവിങ് എഫ് ഇസ് ഇൻജെക്റ്റീവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫോഗ് എന്ന് പറഞ്ഞാൽ g എന്താണ്? വൈയുടെ ഫംഗ്ഷനാണ്. g വൈയിലുള്ള ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ ഈ y തന്നെ ഇവിടെ വരുന്നതെന്ന് ഓർക്കുക. = വൈയുടെ ടേംസിൽ =y എന്നുള്ള രീതിയിൽ വരണം. ഗോഫ് എന്താണ്? ഇവിടെ x ആണ്, അപ്പോൾ എക്സിൽ കൊണ്ടുവരണം. ഓക്കെ, ഇനി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫോഗ് നോക്കാം ആദ്യം.
അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് വൈ എന്താണ്? റൂട്ട് ഓഫ് y - 6 - 3/2. അപ്പോൾ ഫങ്ഷനിൽ എവിടെയൊക്കെയാണോ എക്സ് വരുന്നത് അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാല്യൂ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ നോക്കിയേ എന്താണ്? 4x² + 12x + 15 ആണ് ഫംഗ്ഷൻ അല്ലേ. അതിൽ എവിടെയൊക്കെ എക്സ് വരുന്നുണ്ടോ നമ്മൾ അതിനെ ഈ ജി ഓഫ് വൈ വാല്യൂ വെച്ച് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് y - 6 - 3 the whole square, 2ൻ്റെ സ്ക്വയർ 4ഉം ഈ 4 കൂടെ ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ 12 ഇൻറ്റു റൂട്ട് ഓഫ് y - 6 - 3/2, 12ഉം 2 കൂടെ ക്യാൻസൽ ചെയ്ത് 6 വരും പ്ലസ് 15 അല്ലേ. ബാക്കി അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഇത് നമ്മൾ a - b the whole square എന്നുള്ളത് വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് y - 6ൻ്റെ സ്ക്വയർ y - 6 തന്നെ വരും. -3യുടെ സ്ക്വയർ +9 -2ab ടേം ആണ്. അപ്പോൾ ഇവിടെ അതേപോലെ 6 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 6 ഇൻറ്റു റൂട്ട് y - 6 -18 + 15. ഓക്കെ, ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇത്രയും ക്യാൻസലായിപ്പോൾ ന്യൂമറിക്കൽസ് എല്ലാം ക്യാൻസലായിപ്പോൾ വൈയിലാണ് വരുന്നത്, ഈക്വൽ ടു വൈ. ഓക്കെ, ഈക്വൽ ടു വൈ കിട്ടിയാൽ എന്താണ്? ഫോഗ് എന്ന് പറയുന്നത് ഈക്വൽ ടു വൈ കിട്ടി. ഇനി അടുത്ത എന്താ? ഗോഫ് എക്സിൽ കിട്ടുന്നോ നോക്കണം. അപ്പോൾ ഗോഫ് എക്സിൽ കിട്ടാൻ ഇവിടാണ് നമ്മൾ ആ എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് കംപ്ലീറ്റിംഗ് സ്ക്വയർ കഴിഞ്ഞുള്ള ആ സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് എടുത്തു. ജിയിൽ, അതായത് ജി ഓഫ് വൈയിൽ എവിടെയൊക്കെ വൈ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ഈ 4 ഇൻറ്റു എക്സ് + 3/2 the whole square + 6 വെച്ച് റീപ്ലേസ് ചെയ്യും. അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പം ശ്രദ്ധിച്ച് ചെയ്യുക, ഇൻസൈഡ് ദ സ്ക്വയർ റൂട്ടും ഔട്ട്സൈഡ് ദ സ്ക്വയർ റൂട്ട് നമ്പേഴ്സ് എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ടിൽ വൈ ഇത്രയാണ് വൈ, ഓൾറെഡി ഒരു -6 ഉണ്ട്. അപ്പോൾ +6ഉം -6ഉം ക്യാൻസലായി. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പം 4ൻ്റെ റൂട്ട് 2, റൂട്ട് ഓഫ് എക്സ് + 3/2 the whole squareൻ്റെ റൂട്ട് എന്താണ്? എക്സ് + 3/2 -3. ഈ 2 ക്യാൻസലായാൽ ഇവിടെ +3/2 -3/2 ആണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. അതും ക്യാൻസലായാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. അപ്പം ഫോഗ് എന്തിൽ വന്നു? വൈ എന്ന് വന്നു. ഗോഫ് എന്തിൽ കിട്ടി? എക്സിൽ കിട്ടി. വിച്ച് മീൻസ് ഫങ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, സോ y ഈക്വൽ ടു ix, ഫങ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ. ജി ഓഫ് വൈ എന്താണ്? ജി ഓഫ് വൈ എഴുതണം, ജി ഓഫ് എക്സ് എഴുതണം. അപ്പോൾ നിങ്ങളോട് എഫ് ഇൻവേഴ്സ് ഫംഗ്ഷനിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് എഫ് ഇൻവേഴ്സ് എന്നുകൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ജി ഓഫ് വൈ കിട്ടിയില്ലേ, ആ ജി ഓഫ് വൈയെ എക്സിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x - 6 - 3/2. സോ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ബൈനറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബൈനറി ഇപ്പം സിലബസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം. ഷോ ദാറ്റ് ആർ ബൈനറി ആർ 2r. ഓക്കെ, ഇത് റിയൽ നമ്പേഴ്സിൽ തന്നെയാണ്. ഡിഫൈൻഡ് ബൈ എ ബൈനറി ബി എന്ന് പറയുന്നത് എന്താ? a + 2b. അപ്പോൾ എവിടെയൊക്കെ എ ബൈനറി ബി ഉണ്ടോ അതിനെല്ലാം നമ്മൾ എന്ത് എഴുതും? a + 2b എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, നോട്ട് അസോസിയേറ്റീവ്. എ ബൈനറി ബി ഈക്വൽ ടു ബി ബൈനറി എ ആണെങ്കിലാണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ ബൈനറി ബി എന്നുള്ളത് എന്താണ്? a + 2b ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബി ബൈനറി എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് വരുന്നത് ബി ആയിരിക്കും, എക്ക് പകരം ബി വരും. 2b എന്നുള്ളിടത്ത് 2a എന്ന് വരും. a + 2bയും b + 2aയും ഈക്വൽ ആണോ? അല്ല. സോ ദെയർഫോർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അസോസിയേറ്റീവ് എന്താ? 3 എടുക്കുകയാണ് അല്ലേ. എ ബൈനറി ബി ബ്രാക്കറ്റ് ബൈനറി സി, എ ബൈനറി ബ്രാക്കറ്റ് ബി ബൈനറി സി. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ആദ്യം എ ബൈനറി ബി ബ്രാക്കറ്റിലുള്ളതിന് പകരം എന്ത് എഴുതാം? a + 2b എന്ന് എഴുതാം. ബൈനറി സി, ഇവിടെ നമ്മൾ LHS സോൾവ് ചെയ്യുമ്പം ഇതാണ് ഇനി ഫസ്റ്റ് വരുന്നത് അല്ലേ. a + 2b എന്നാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്ക് പകരം a + 2b, ആ ബ്രാക്കറ്റ് ഫുള്ളാണ് എടുക്കേണ്ടത്. പ്ലസ് രണ്ടാമത് എന്താ? 2b എന്നുള്ളിടത്ത് 2c എന്ന് വരും. ഓക്കെ, ഇതാണ് ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഫസ്റ്റായിട്ട് എടുക്കുക. ഇവിടെ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് a + 2b ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് c ആണ്. അപ്പോൾ a + 2b + 2c എന്ന് കിട്ടും. ഇനി RHS എടുത്താലോ? a ബൈനറി b + 2c. എന്താ? ബി ബൈനറി സിക്ക് പകരം b + 2c എന്ന് എഴുതാം അല്ലേ. ഇത് നമ്മുടെ ഫസ്റ്റും ഇതെന്താണ്?
സെക്കൻഡുമാണ്. അപ്പം ഇനി എ ബൈനറി ബി പ്ലസ് ടു സിയിൽ എ ഫസ്റ്റും ബി പ്ലസ് ടു സി സെക്കൻഡുമായിട്ട് എ പ്ലസ് ടു ബി എന്ന് എഴുതി എങ്ങനെ വരും? എ പ്ലസ് ടു ഇൻറ്റു ബി പ്ലസ് ടു സി. ഈ ടുവിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതിയാൽ എ പ്ലസ് ടു ബി പ്ലസ് 4c. രണ്ടും ഈക്വൽ ആണോ? അല്ല. സോ എ പ്ലസ് ടു ബി പ്ലസ് ടു സി നോട്ട് ഈക്വൽ ടു എ പ്ലസ് ടു ബി പ്ലസ് 4c. അപ്പോൾ എന്താണ്? കമ്മ്യൂട്ടേറ്റീവും അല്ല അസോസിയേറ്റീവും അല്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ റിവിഷൻ ആണെന്ന് പറഞ്ഞു, കോൺസെപ്റ്റും കുറച്ച് എക്സാമ്പിൾസും ആണ് ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.